സർവശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മനുഷ്യന്റെ തെറ്റിന് ദൈവമാണോ ഉത്തരവാദി? സഭാപ്രസംഗി 7-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യത്തിൽ ഒരു കാര്യം മാത്രം ഞാൻ കണ്ടിരിക്കുന്നു. ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു. അവരോ അനേകം സൂത്രങ്ങളെ അന്വേഷിക്കുന്നു. അവരോ അനേകം സൂത്രങ്ങളെ അന്വേഷിക്കുന്നു. ആത്മീയ തട്ടിപ്പിൻ്റെ എതിർപ്രാർത്ഥനക്കാരനായ തലത്തൊട്ടപ്പൻ, ഉഡായിപ്പുകളുടെ ഉസ്താദ്. ഈ വീഡിയോ കാണുക. ഇതാണ് ഞങ്ങ പറഞ്ഞ ഉഡായിപ്പുകളുടെ ഉസ്താദ്. കഞ്ചാവും കാജാപിടിയും വലിച്ച് കലിങ്കിലിരുന്ന കാവർക്കികൾ പാച്ചർമാരാകുകയും കോലാഹല കച്ചേരി നടത്തുകയും വിശ്വാസികളെ ഊഞ്ഞാലാക്കുകയും ചെയ്യുന്നത് നാം കണ്ടതാണ്. ബോധമില്ലാത്തത് കൊണ്ടും ജീവിക്കുവാൻ മറ്റു മാർഗമില്ലാത്തത് കൊണ്ടുമാണ് ഇവർ ഈ വഴിയിലെത്തിയതെന്ന് നമുക്ക് വേണമെങ്കിൽ സമാധാനിക്കാം. എന്നാൽ ഒരു അധ്യാപകൻ, അതും ഒരു ഹൈസ്കൂൾ അധ്യാപകൻ, റിട്ടയർമെന്റിന് ശേഷം ഇത്തരം ഉഡായിപ്പുമായി ഇറങ്ങിയാലോ? എന്നാൽ ഇത് കാണുക. ഒരു ഹൈസ്കൂൾ അധ്യാപകനായിരുന്ന ദേവസ്യ മുല്ലക്കര സാർ എന്ന അധ്യാപകൻ തൻ്റെ റിട്ടയർമെന്റ് ജീവിതം ആനന്ദകരവും ആഹ്ലാദകരവും ആക്കിയത് കത്തോലിക്ക സഭയുടെ വാഴകൃഷിയായ കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളുടെ ഇടയ്ക്ക് തൻ്റെ ചില്ലറ ചീരകൃഷി നടത്തിക്കൊണ്ടായിരുന്നു. അധ്യാപകൻ എന്ന ലേബൽ അദ്ദേഹം നന്നായി മുതലാക്കി. സാറിൻ്റെ ചീര വളർന്ന് കത്തോലിക്ക സഭയുടെ വാഴയ്ക്ക് ഷെയ്ഡായപ്പോൾ മുല്ലക്കര സാറ് തന്നെ ചർച്ച് ഓഫ് എറ്റേണിറ്റി എന്ന ചെറുകിട വചനകൃഷി കേന്ദ്രം ആരംഭിക്കുകയും ഈ മേഖലകളിൽ പുതിയ പരീക്ഷണം നടത്തുകയും ചെയ്തു. സംഗതി ഏറ്റു. ആരുടെ കീഴെ തലവെച്ചു കൊടുക്കണമെന്ന് അന്വേഷിച്ച് പാഞ്ഞു നടന്ന മുണ്ണക്കുഞ്ഞുങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ലായിരുന്ന നാടായിരുന്നതിനാൽ കൃഷി ഇറക്കുവാൻ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. i2i ന്യൂസ് ചാനലിലെ ന്യൂസ് റീഡർ സുനിൽ മാത്യു പറഞ്ഞത് സത്യമല്ലേ? മുല്ലക്കരയുടെ ചീരകൃഷിക്ക് പുഴുക്കൾ കയറാൻ തുടങ്ങിയിട്ട് 7 വർഷമായി. വാഴകൃഷികൾക്കും വളരെ കേടുപാടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ തെറ്റിന് ദൈവമാണോ ഉത്തരവാദി? സഭാപ്രസംഗി പറഞ്ഞത് ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ മറവിൽ ചിലർ സൂത്രങ്ങളെ കണ്ടെത്തി ദൈവവിശ്വാസികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു. ഹല്ലേലൂയ. സൂത്രങ്ങളെ, ഹല്ലേലൂയ, സാധാരണ ജനങ്ങളുടെ മേൽ ഇത്തരക്കാർ അടിച്ച് ഏൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെതല്ലാത്ത സാത്താൻ്റെ ചീരകൃഷി ദൈവം തകർത്തുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് യേശുവിനെ പ്രസംഗിക്കും, അകത്ത് സാത്താൻ്റെ മന്ത്രങ്ങളെ ജപിച്ച് മുല്ലക്കരയുടെ കൂട്ടായ്മകളെ വിട്ടുപോകുന്നവർക്ക് എതിരെ കടമറ്റത്ത് കത്തനാരുടെ മാന്ത്രിക സേവ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. മുല്ലക്കര ഈ പരിപാടി നിർത്തിയില്ലെങ്കിൽ താങ്കളുടെ രഹസ്യ മന്ത്രങ്ങളെല്ലാം പുറത്തു വരും. തെളിവില്ലെന്ന് ചിന്തിക്കേണ്ട. കുറ്റം പറയുന്നതല്ല, എന്തു പറഞ്ഞാലും കുറ്റം പറയുന്നത് എന്തിനെന്ന്. ഹല്ലേലൂയ. വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർ ഇത് മനസ്സിലാക്കാൻ
അവർക്ക് കഴിയുന്നില്ല. ഹല്ലേലൂയ. ഇത് നടന്നതും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുമാണ്. ഹല്ലേലൂയ. ഈ വീഡിയോ ഒന്ന് കാണുക, കേൾക്കുക. പിന്നെ നമ്മൾ സീനിയർ പാസ്റ്റേഴ്സിൽ ജോർജ് കുടിപ്പാറ, യേശുദാസ് പാസ്റ്റർ, ടോമിച്ചൻ പാസ്റ്റർ, ഇങ്ങനെയുള്ള വളരെ സീനിയേഴ്സ് ആയിട്ടുള്ളവരെ പറഞ്ഞു വെച്ചു. പിന്നെ ടോണി പാസ്റ്റർ, ജോസഫ് പാസ്റ്റർ, അന്ന് ഒരുമാതിരി കൊള്ളാവുന്ന എല്ലാവരെയും I2Iലെ സുനിൽ മാത്യു ആദ്യം പറഞ്ഞവർ ഇപ്പോൾ സീനിയർ പാസ്റ്റർമാർ എന്ന് മുല്ലക്കര പറഞ്ഞത് കേട്ടല്ലോ. ഞാൻ പറഞ്ഞതല്ല. 2010 തുടങ്ങിയ ഈ ചീരകൃഷി എന്ന ചർച്ച് ഓഫ് ഇറ്റേണിറ്റി ആത്മാഭിഷേകം എന്ന പേരിൽ 13 കൊല്ലം കൊണ്ട് സീനിയർ പാസ്റ്റർമാർ ആയവർ എന്ന് സ്വയം പൊക്കി പറഞ്ഞുകൊണ്ട്, ഹല്ലേലൂയ, ഇത് വലിയൊരു പ്രസ്ഥാനം പോലെയാണ് പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. ആദ്യ പേരുകാരൻ ജോർജ് തോമസ് കുടിപ്പാറ, കണ്ണൂർ പുളിങ്ങോമ്പിനടുത്തുള്ള ദേശക്കാരൻ. തിരുവനന്തപുരം പരുത്തിപ്പാറ ഗ്രേസ് മിനി ഹാളിൽ മുല്ലക്കരയുടെ കൂട്ടായ്മ നടത്തി വരുന്നു. പരിജ്ഞാനമില്ല. കാരണം 7-8 വർഷങ്ങൾക്ക് മുമ്പ് ഈ കൂട്ടായ്മയിൽ ഉണ്ടായിരുന്ന ഏതൊരു തെറ്റും ചെയ്യാത്ത യുവാവിന് എതിരെ പരസ്യമായി പ്രസംഗിച്ചത് ജീവിതകാലം വരെ നീ വിയർക്കേണ്ടി വരും. ഹല്ലേലൂയ. ഈ വീഡിയോ ഞാൻ 2 വർഷങ്ങൾക്ക് മുമ്പേ യൂട്യൂബിൽ പ്രസിദ്ധീകരിച്ചതാണ്. ഹല്ലേലൂയ. ഈ യുവാവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ പ്രസംഗിച്ചവന്റെ സ്വന്തം മകൻ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. വിയർക്കേണ്ടി വരും എന്ന് പറഞ്ഞുവോ, അന്നു മുതൽ ഈ കൂട്ടായ്മയിൽ നിന്നും പരിജ്ഞാനമുള്ളവർ പിരിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പരിജ്ഞാനമുള്ള കുടുംബങ്ങൾ ക്രമേണ മാറിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. പ്രസംഗിച്ചവന്റെ കൂട്ടായ്മയെ ഇപ്പോൾ ദൈവം വിയർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ അധികം ഉണ്ടായിരുന്നവർ ആരും ഇപ്പോൾ അവിടെ ഇല്ല. ഹല്ലേലൂയ. പ്രധാനപ്പെട്ട വിശ്വാസികളെല്ലാം പല പല കൂട്ടായ്മകളിലേക്ക് മാറിപ്പോയി. ഹല്ലേലൂയ. വാഴകൃഷിയിൽ നിന്നും ചാടി ചീരകൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ വിയർത്തുകൊണ്ടിരിക്കുന്നു. ചീരകൃഷി ഫാക്ടറി പൂട്ടാറായി. കൺവെൻഷനുകളിൽ ആരും പോകാതെയായി. സാത്താൻ തുടങ്ങിയത് സാത്താൻ തന്നെ അവസാനിപ്പിക്കും. അതുകൊണ്ട് മനുഷ്യന്റെ തെറ്റിന് ദൈവമല്ല ഉത്തരവാദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ